വാർത്തകൾ തുടരുന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വിദേശ പൗരനെ ക്രിമിനൽ കേസിൽ നിന്നും രക്ഷിക്കാൻ തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്ന കേസിൽ ആന്റണി രാജുവിന്റെ ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി തള്ളി. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, തൊണ്ടിമുതൽ കേസിലാണ് ഇപ്പോൾ ആന്റണി രാജുവിന്റെ ശിക്ഷ റദ്ദാക്കണമെന്നുള്ള ഹർജി തള്ളിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കേസ് റദ്ദാക്കാൻ, ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആന്റണി രാജു കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ശിക്ഷാവിധിയും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ തിരുവനന്തപുരം സെഷൻസ് കോടതി അപ്പീൽ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും കോടതി ഉന്നയിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ശിക്ഷാവിധി റദ്ദാക്കാൻ ഇടപെടാൻ സാധിക്കില്ല, ഹൈക്കോടതിയെ സമീപിക്കണമെന്നാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ശിക്ഷ വിധിച്ചുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണെന്നും തിരുവനന്തപുരം സെഷൻസ് കോടതി വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും ഈ അഭിഭാഷകനായിരിക്കെ ആന്റണി രാജു അഭിഭാഷകനായിരിക്കെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് 3 വർഷം ആന്റണി രാജുവിനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 3 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കോടതിയിൽ നിന്നും തിരിച്ചടിയാണ് ആന്റണി രാജുവിന് നേരിട്ടിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഈ നെടുമങ്ങാട് കോടതി ശിക്ഷ വിധിച്ചതിന് പിന്നാലെ തന്നെ ഈ MLA സ്ഥാനമടക്കം തന്നെ ആന്റണി രാജുവിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷയോടെയായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അടക്കം തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അനുകൂലമായിട്ടുള്ള നടപടിയാണ്, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് ആന്റണി രാജുവിന് ഉണ്ടായിരുന്നതെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം തന്നെ മത്സരിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ തിരിച്ചടിയാണ് ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം തന്നെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മേൽക്കോടതിയെ സമീപിക്കുക എന്ന് തന്നെയാണ്. മേൽക്കോടതി എന്ന് പറയുന്ന ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം തന്നെയാണ് ഇനി ആന്റണി രാജുവിന്റെ മുന്നിലുള്ളത്. നിലവിൽ എന്തായാലും ഈ തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ ശിക്ഷ വിധി റദ്ദാക്കാത്ത സാഹചര്യത്തിൽ നെടുമങ്ങാട് കോടതി വിധിച്ച 3 വർഷത്തെ തടവ് ശിക്ഷ എന്തായാലും ആന്റണി രാജുവിന്റെ മേൽ ഇപ്പോഴുണ്ട്, നിലവിലുണ്ട്. ഇനിയിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുമോ എന്ന കാര്യത്തിലടക്കം തന്നെ വരും ദിവസങ്ങളിൽ അതിലെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, വ്യക്തമാണ്. വിദേശ പൗരനെ ക്രിമിനൽ കേസിൽ നിന്നും രക്ഷിക്കാൻ തൊണ്ടിമുതൽ കൃത്രിമം നടത്തിയെന്ന കേസിലാണ് ഇപ്പോൾ ആന്റണി രാജുവിന്റെ ശിക്ഷ റദ്ദാക്കണമെന്നുള്ള ഹർജി തള്ളിയിരിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ ഒരു ഹർജി തള്ളിയത്. തൊണ്ടിമുതൽ കേസിൽ 3 വർഷം തടവും 10,000 രൂപ ശിക്ഷയുമായിരുന്നു ആന്റണി രാജുവിന് നേരെ വിധിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു ശിക്ഷ റദ്ദാക്കണമെന്നുള്ള ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ആന്റണി രാജുവിന്റെ തൊണ്ടിമുതൽ കേസിലുള്ള ഹർജി തള്ളിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.